നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ സാക്ഷാൽ പരമശിവനുമായി ബന്ധപ്പെട്ട സന്ദേശമാണ് പരാമർശിക്കാനായി പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കണം. മറ്റ് കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഭഗവാന് മുന്നിലേക്ക് വയ്ക്കാം. അല്ലെങ്കിൽ മനസ്സിൽ ഭഗവാനോട് സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമോ മനസ്സിലെ ഒരു ദുഃഖമോ ഒഴിഞ്ഞു പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു ദുഃഖമോ അല്ലെങ്കിൽ ഭഗവാന്റെ നാമമോ കമന്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ട ആ പ്രധാന കാര്യങ്ങൾ വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. നിങ്ങളുടെ മനസ്സ് അശാന്തമാണ് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടത് അനിവാര്യവും അത് ഭഗവാന്റെ ഇച്ഛയുമാണ് എന്ന കാര്യം ഓർക്കുക. നിങ്ങളെ വല്ലാതെ ചില കാര്യങ്ങൾ അലട്ടുന്നുണ്ട്. ഈ സമയം ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് പകർന്ന് നൽകുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ പല കാര്യങ്ങളും നിങ്ങൾ കാണാതെ പോയിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ നിന്റെ ഉള്ളിൽ നിലകൊള്ളുന്ന അഥവാ നിങ്ങളുടെ ഉള്ളിൽ നിലകൊള്ളുന്നതായ ആത്മാവ്, ദൈവാംശമായ ആത്മാവിന് ഇതെല്ലാം അറിയാമായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അംഗീകരിക്കാൻ മടിച്ചിട്ടുള്ളതായ കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് നിങ്ങളുടെ കണ്ണിൽ മറഞ്ഞിരുന്നിരുന്ന അല്ലെങ്കിൽ ചില അന്ധകാരം പരന്നിരുന്നതായ ചില കാര്യങ്ങൾ. ഈ സമയം ആ അന്ധകാരം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന ആ അന്ധകാരം തന്നെയാണ് ഭഗവാൻ നീക്കാനായി പോകുന്നത് എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളും പലരും നിങ്ങളിൽ നിന്നും കവർന്നെടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിലൊന്ന് മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ സന്തോഷം തന്നെയാണ്. അത് പലരും കവർന്നെടുത്ത് ദുഃഖമാണ് നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്നത്. അഥവാ അത്രമേൽ ദുഃഖത്തിലേക്ക് നിങ്ങളെ അകറ്റിയിടുന്ന, തള്ളിവിടുന്ന ഒരു സാഹചര്യം പോലും ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതം വളരെയധികം ദുഷ്കരമാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഏറ്റവും ദുഷ്കരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നൽകുന്നതും ചില വ്യക്തികൾ തന്നെയാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരം വ്യക്തികൾ തന്നെയാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വിഷമകരമായ കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ നിങ്ങളുടെ ജീവിതം തന്നെ ഭഗവാൻ മാറ്റിമറിക്കുവാൻ പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ തന്നെ ഈ വാക്കുകൾ അത് നിങ്ങൾ പൂർണ്ണമായും സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾക്ക് വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഭഗവാൻ പ്രദാനം ചെയ്യുന്നത് എന്ന് ഓർക്കുക. പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ നിങ്ങളോട് ആത്മബന്ധം, വളരെയധികം സ്നേഹബന്ധം പുലർത്തിയിരുന്ന വ്യക്തികളെ നിങ്ങൾ ഒരുപാട് ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഭഗവാൻ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നത് പലരെയും നിങ്ങൾ ഇപ്രകാരം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ഒപ്പം കൂട്ടി എന്നുള്ളതാണ്. എന്നാൽ അവർ നിങ്ങൾ കരുതും പോലെയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പിന്നീടാണ് സാധിച്ചത്. ചിരിച്ച മുഖത്തോടെ അവർ നിങ്ങളോട് സംസാരിച്ചു. എന്നാൽ അതിനു പിന്നിൽ വലിയ രീതിയിലുള്ള വിഷമകരമായ കാര്യങ്ങൾ, അതൊരു ചതി തന്നെയാണ്. അത് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നതും വാസ്തവം തന്നെയാണ്. അവരുടെ വാക്കുകളും പ്രവൃത്തികളും നിങ്ങളെ വല്ലാതെ ബാധിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. മുൻപ് ഇത്തരം ചിരികളും
അല്ലെങ്കിൽ അത്തരത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾക്ക് പിന്നിലും പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് വൈകാതെ തിരിച്ചറിയും. അതിൽ പലതും നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായും മനസ്സിലാക്കുന്ന സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ പല രീതിയിലും ഒരു അസ്വസ്ഥത, പ്രയാസങ്ങൾ നിലനിൽക്കുന്നു എന്ന് കാണുന്നു. വല്ലാത്ത അസ്വസ്ഥത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുഭവപ്പെടുന്നു. ഏതോ ഒരു കാര്യം കൃത്യമല്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്, ചെയ്തതോ പ്രവർത്തിച്ചതോ മനസ്സിലാക്കിയതോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായ സാഹചര്യമുണ്ട്. ഇത്തരമൊരു ചിന്ത നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ അതൊരു തോന്നൽ മാത്രമല്ല എന്നതും യാഥാർത്ഥ്യം തന്നെയാണ്. പലവിധ അസ്വസ്ഥതകൾ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നതും വാസ്തവം തന്നെയാണ്. വലിയ ചതികൾ നിങ്ങൾക്ക് മുൻപിൽ സംഭവിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങളിലേക്ക് ഭഗവാൻ നൽകുന്നതായ മുന്നറിയിപ്പുകളിൽ ഒന്ന്, അല്ലെങ്കിൽ ഭഗവാൻ പറയുന്നതായ കാര്യം നിങ്ങൾ കേൾക്കാതിരിക്കരുത് എന്നതാണ്. ഏത് കാര്യത്തിലും ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടുള്ളതല്ല. പല വ്യക്തികളുടെയും പുറമേയുള്ള ആ ഒരു സ്നേഹം, അഭിനയം, അത് പുറമേ മാത്രമേ കാണുവാൻ സാധിക്കൂ. പലർക്കും നല്ല മുഖമല്ല, അല്ലെങ്കിൽ നല്ലൊരു ഹൃദയം അവർക്കില്ല എന്നത് വാസ്തവം തന്നെയാണ്. അത് ഭഗവാൻ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് നിങ്ങളെ തകർക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ തന്നെ തകർക്കുവാൻ തയ്യാറായി നിൽക്കുന്ന പല വ്യക്തികളുമുണ്ട് എന്നുള്ളതാണ്. ഗൂഢാലോചനകളും രഹസ്യങ്ങളും എല്ലാം കൃത്യമായി കാണുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ അവർ പറയുന്നതായ കാര്യങ്ങൾ എല്ലാം ഭഗവാൻ കേൾക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. അവരുടെ രഹസ്യങ്ങൾ എല്ലാം ഭഗവാന് മുൻപിൽ പരസ്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ അവർക്ക് ഒന്നും ഭഗവാനിൽ നിന്നും മറച്ചു വയ്ക്കുവാൻ സാധിക്കില്ല. അതിനാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ യഥാർത്ഥ ശത്രു നിങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ആ ശത്രുവിന്റെ മുഖം മൂടി നിങ്ങൾക്ക് മുൻപിൽ നല്ല വ്യക്തികളായി അഭിനയിച്ച, അല്ലെങ്കിൽ അഭിനയിക്കുവാൻ ശ്രമിക്കുന്ന, നിങ്ങളോട് ബന്ധം പുലർത്തുവാൻ, അതായത് അടുത്ത് നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്ന ചില വ്യക്തികളുടെ മുഖം മൂടി ഭഗവാന്റെ അനുഗ്രഹത്താൽ അടർന്നു വീഴാൻ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ഉള്ളിൽ നിലകൊള്ളുന്നതായ ഭഗവാന്റെ ആ ആശ്വാസകരമായ അനുഗ്രഹങ്ങൾ, അതോടുപോലും അവർക്ക് കടുത്ത അസൂയയുണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. നിങ്ങൾ വളരുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പല രീതിയിലും തിളങ്ങുന്നു എന്നതും അവരുടെ ജീവിതത്തിൽ അവർക്കൊരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമേ അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അവർ പലവിധ നന്മകൾ കണ്ടിട്ടുണ്ട്. ആ നന്മകൾ അവർക്ക് ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല എന്നത് വാസ്തവമാണ്. അവർ ശരിക്കും നിങ്ങളെ വെറുത്തു തുടങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ അവരെ ഒരിക്കലും ഭഗവാൻ അനുവദിക്കില്ല എന്നത് വാസ്തവമാണ്. അവരുടെ യഥാർത്ഥ മുഖം, അല്ലെങ്കിൽ അവരാരാണ് എന്ന് ഈ ലോകത്തിന് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപിൽ, നിങ്ങളെ വേണ്ടപ്പെട്ടവരുടെ മുൻപിൽ ഭഗവാൻ തന്നെ തുറന്നു കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് വാസ്തവം. ഈ സമയം നീ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഭഗവാൻ പറയുന്നു. നിന്നെ നശിപ്പിച്ചു എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ നിന്നിലുള്ള ഭഗവാന്റെ അനുഗ്രഹം അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് കാണുന്നു. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ഓരോ വിഷമകരമായ കാര്യങ്ങളും അത് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല എന്നത് വാസ്തവമാണ്. നിങ്ങൾ ഒരിക്കലും ഉയരരുത് എന്ന ചിന്ത അതിനു മുൻപിലുണ്ട്. എന്നാൽ നിങ്ങൾ വീണ്ടും ഉയരുന്നതായ സാഹചര്യവും വളർച്ചയിലേക്ക് ഭഗവാൻ നിങ്ങളെ ഉയർത്തുകയും അത് നിങ്ങളിൽ നിലനിർത്തുവാൻ സാധിക്കും വിധം ഭഗവാൻ നിങ്ങളെ പാകപ്പെടുത്തുകയും ചെയ്യും എന്ന് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഉയർച്ചകൾ അവർ നേരിട്ട് കണ്ട് അത്ഭുതപ്പെടുന്ന സാഹചര്യമുണ്ടാകും.
ഈ സമയം പല കാര്യങ്ങളിലും നീ ഒറ്റപ്പെട്ടു എന്ന് തോന്നി. എന്നാൽ ആരും തുണയില്ലാതെ നീ വളരെയധികം വിഷമിച്ചിരുന്ന സമയത്ത് പോലും നിന്നെ ഞാൻ ഉപേക്ഷിച്ചു എന്ന് നീ കരുതരുത് എന്നതാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം. ഒരിക്കലും ഭഗവാന് നിങ്ങളെ ഉപേക്ഷിക്കുവാൻ സാധിക്കില്ല. നിങ്ങളുടെ കണ്ണുനീർ, വിഷമം, മനസ്സ് കലങ്ങിയത് ഭഗവാൻ കണ്ടിരുന്നു. അത് ഭഗവാൻ മനസ്സിൽ ഓർത്തു വച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. അതെല്ലാം നിന്റെ ജീവിതത്തിൽ ഇനി മാറ്റങ്ങളായി ഭഗവാൻ പ്രദാനം ചെയ്യും എന്ന് കാണുന്നു. അതായത് ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങൾ വിഷമിച്ചു എന്നത് ശരിയാണ്. എന്നാൽ അതൊരിക്കലും അത് നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നു പോകുന്ന കാര്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്കുള്ള ഒരു ആരംഭം ഭഗവാൻ കുറിക്കുകയാണ്. മറ്റൊരു പ്രധാന രഹസ്യം കൂടി ഈ സമയം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലരും അല്ലെങ്കിൽ പല വ്യക്തികളും നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിരുന്നു എന്ന സത്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതൊരു വ്യക്തി മാത്രമായിരുന്നില്ല എന്നതും വാസ്തവമാണ്. അവർ നിങ്ങൾക്കെതിരെ പല രീതിയിലും പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം നിന്നെ സംരക്ഷിച്ചു നിർത്തിയത് ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാന്റെ ഇടപെടലുകൾ പല സമയങ്ങളിലും ഒരു സംരക്ഷണമായി നിങ്ങളിൽ നിലകൊണ്ടു എന്നതും വാസ്തവമാണ്. അത് മനസ്സിലാക്കുവാൻ തീർച്ചയായും സാധിച്ചു. ആ സമയങ്ങളിലെല്ലാം മറ്റുള്ളവർ കരഞ്ഞിരുന്നു അല്ലെങ്കിൽ ഭയന്നിരുന്നു എന്ന് കാണുന്നു. അവർ തീർച്ചയായും നിങ്ങളെ തൊടാൻ മടിച്ചിരുന്നതായ ഒരു സാഹചര്യം പോലും ഭഗവാൻ നിർമ്മിച്ചിരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. അവർ എന്താണോ കരുതിയത്, പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചത്, അതെല്ലാം ഭഗവാൻ തന്നെ അവസാനിപ്പിച്ചു എന്ന് കാണുന്നു. അതെല്ലാം നിങ്ങൾ അറിയേണ്ടത് അനിവാര്യമാണ് എന്നും നിങ്ങളുടെ കണ്ണീരിന്റെ ആ ഫലം അവരുടെ കർമ്മഫലമായി അവരുടെ ജീവിതത്തിൽ നാശം വിതറും എന്ന് കാണുന്നു. തീർച്ചയായും നിങ്ങളെ പലരും പല രീതിയിലും കളിയാക്കിയിട്ടുള്ളതായ അല്ലെങ്കിൽ പരിഹസിച്ചിരുന്ന പരിഹാസപാത്രമായി കണ്ടിരുന്നു എങ്കിൽ ഇന്ന് നിങ്ങളുടെ പ്രവർത്തികൾ തീർച്ചയായും ഒരു ദിവ്യമായ നീതിയായി മാറുകയാണ്. അവർ പല കാര്യങ്ങളിലും നിങ്ങളെ കുരുക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ആ കുഴികളിൽ അവർ തന്നെ വീണിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുവാനായി സാധിക്കുന്നത്. അവർക്കിനി പെട്ടെന്ന് രക്ഷപ്പെടുക സാധ്യമായ കാര്യമല്ല. ഈ സമയം പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എന്നതും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഈ സമയം നിങ്ങളിലേക്ക് വന്ന് ഭവിച്ചിട്ടുള്ളത് ആത്മീയപരമായ ഉണർവ് തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ആ മൂന്നാം കണ്ണിന്റെ സജീവമായ ഒരു അവബോധം, അത് ദിവ്യമായ ഒരു അവബോധമായി തന്നെ കണക്കാക്കാം. അത് നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണർന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. കാരണം കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. നിങ്ങളിലുള്ളത് ശക്തി തന്നെയാണ്. ആ ശക്തി നിങ്ങളുടെ മനസ്സിൽ കുടികൊള്ളുന്ന, നിങ്ങളെ ദോഷകരമായി ബാധിച്ചിട്ടുള്ളതായ നെഗറ്റീവായ ശക്തികളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം നൽകുവാൻ പാകത്തിന് ഭഗവാൻ നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. ഈ സമയം ഏതാണ് നിങ്ങളുടെ വഴി, എപ്രകാരം മുന്നോട്ട് പോകണം, ആരാണ് നിങ്ങളുടെ ജീവിതം നയിക്കേണ്ടത് എന്ന വ്യക്തമായ ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ സമയം കൃത്യമായ വ്യക്തത കടന്നു വരാം. ഈ സമയം അപ്രതീക്ഷിതമായ ചില വ്യക്തികളിൽ നിന്നും ഒരു വിളി നിങ്ങളെ തേടിയെത്താം. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കാണുവാനായി വന്നു എന്ന് വരാം. ചില വ്യക്തികൾ തിരികെ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാകാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളിലേക്ക് അയക്കുന്ന ഒരു സന്ദേശം പോലുമാകാം.
അപ്രതീക്ഷിതമായ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. കാരണം ഭഗവാന്റെ ഇടപെടൽ തന്നെ സംഭവിച്ചിരിക്കുന്നു. അത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്രമേൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന, അതൊന്ന് അവസാനിപ്പിച്ച് തരണം എന്ന് ഭഗവാന് മുൻപിൽ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. എന്നാൽ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് ഉറപ്പു തരുന്നതായ കാര്യം, നീ കാലാകാലങ്ങളായി അല്ലെങ്കിൽ അത്രമേൽ വിഷമം മനസ്സിൽ കൊണ്ട് നടക്കുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആ വിഷമങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ ചൊരിയാൻ പോകുന്നു എന്ന് മാത്രമല്ല, അത്ഭുതകരമായ ഫലങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഇരുണ്ട ദിവസങ്ങൾ, അതിന് ഒരു ശാശ്വതമായ പരിഹാരം ഭഗവാൻ തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ കാത്തിരിപ്പ് വെറുതെ ആകുന്നില്ല എന്ന് കാണുന്നു. തീർച്ചയായും ഭഗവാന്റെ ശ്രദ്ധ, അനുഗ്രഹം തന്നെയാണ് നിങ്ങളിൽ പതിഞ്ഞിരിക്കുന്നത് എന്നത് വാസ്തവമാണ്. തടസ്സമില്ലാതെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ഒഴുകി വരുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അത് ധനപരം തന്നെയാകണം എന്നില്ല, സമാധാനമാകാം, സന്തോഷമാകാം. ഈ സമയം നിങ്ങൾക്കെതിരെ ആരെല്ലാം പ്രവർത്തിക്കാൻ തുനിയുന്നുവോ അവരുടെ പരാജയങ്ങൾ നിങ്ങൾക്ക് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്താം. ഈ സമയം ഈ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് പോലും ചില അത്ഭുതങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. എല്ലാത്തിനും ഉപരിയായി നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത് സന്തോഷവും സമാധാനവുമായിരുന്നു. എല്ലാ കാര്യവും കൃത്യതയോടെ മുന്നോട്ട് പോകണം എന്ന അതിയായ ആഗ്രഹവുമായിരുന്നു. അത് തന്നെയാണ് ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുക. അത്രമേൽ നഷ്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നേക്കുമായി പല കാര്യങ്ങളും അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പോലും ചിന്തിച്ചിരുന്നു ഇടത്തുനിന്നും ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തി എന്നൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങൾ വെറുതെ മുന്നോട്ട് പോവുകയല്ല. ഭഗവാന്റെ ഈ ദിവ്യ സന്ദേശത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ദോഷകരമായ കാര്യങ്ങളെ അതിജീവിച്ച് നിങ്ങൾ അജയരായി മുന്നോട്ട് പോകാൻ പോകുന്നു എന്നും നിങ്ങളെ കാത്തിരിക്കുന്ന വിജയങ്ങളിലേക്കോ ലക്ഷ്യത്തിലേക്കോ എത്തിച്ചേരുവാൻ പോകുന്നു എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം പ്രതീക്ഷയായി മാറും, അത് മറ്റുള്ളവർക്കും തുണയായി തീരും എന്ന സന്ദേശവും ഭഗവാൻ നൽകുന്നു. ഈ സമയം ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം.